ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പേടിക്കരുത്, ഭയപ്പെടേണ്ട. എറണാകുളത്ത് കൂരിയായെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യാം. ഒരേ സമയം ലിസിറ്റ് കുർബാനയും ഇല്ലിസിറ്റ് കുർബാനയും അടിച്ചേൽപ്പിച്ചേക്കാം. എങ്കിലും പേടിക്കരുത്. 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരോൾ വോയ്റ്റീവ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോഗിയായിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യമായിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. വാസ്തവത്തിൽ അതൊരു ഞെട്ടലായിരുന്നു. കാരണം അതുവരെ ഒരു മാർപ്പാപ്പന്മാരും അങ്ങനെ ഒരു സന്ദേശം നൽകിയിരുന്നില്ല. സെൻട്രൽ ലോഗിയായിൽ പ്രത്യക്ഷപ്പെടുക, ആശീർവാദം കൊടുക്കുക, അത്രമാത്രമേ ചെയ്തിരുന്നുള്ളൂ. ആദ്യമായിട്ടൊരു ചെറിയ സന്ദേശം നൽകാൻ തുടങ്ങിയത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. പിന്നീട് മറ്റെല്ലാ മാർപ്പാപ്പന്മാരും ആ പാരമ്പര്യം പിന്തുടർന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആദ്യമായി പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട. അങ്ങനെ അദ്ദേഹം പറയാൻ കാരണമുണ്ട്. 1978 അദ്ദേഹം മാർപ്പാപ്പയാകുമ്പോൾ, അദ്ദേഹം പോളണ്ടുകാരനാണ്. അന്ന് പോളണ്ടിൽ കമ്മ്യൂണിസമാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം ഒന്നും ഈ റഷ്യയിലെയും ചൈനയിലെയും പിന്നെ പോളണ്ടിലെയൊക്കെ കമ്മ്യൂണിസത്തോട് തുലനം ചെയ്യാൻ പോലും കഴിയില്ല. നമ്മുടെ നാട്ടിലെ അടിയന്തരാവസ്ഥ പോലും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തോട് തുലനം ചെയ്യാൻ പറ്റുന്നതല്ല. പട്ടാള ഭരണം എന്ന് വെച്ചാൽ പട്ടാള ഭരണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റില്ല. സർക്കാർ ഓഫീസിലാണ്. നമ്മൾ എവിടെ പോകണം എവിടെ പോകണ്ടെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കുക. നമ്മൾ ഏത് സോപ്പ് ഉപയോഗിക്കണം, ഏത് എണ്ണ ഉപയോഗിക്കണം, എത്ര അരി ഉപയോഗിക്കണം, എല്ലാം സർക്കാരാണ് തീരുമാനിക്കുക. അപ്പോൾ ശരിക്കും പട്ടാള ഭരണം. അതിനു മുമ്പ് പോളാറമൻ മാർപ്പാപ്പയ്ക്ക് പല പ്രാവശ്യം പോളണ്ടിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സമ്മതിച്ചില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ പോളണ്ടിലേക്ക്, സ്വന്തം രാജ്യത്തേക്ക് പോകാൻ പറ്റിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ പറ്റിയില്ലെന്ന് ഓർക്കുക. അവിടുത്തെ സർക്കാർ സമ്മതിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ ലോകത്ത് കാണും. എന്നിട്ടോ 11 കൊല്ലം കഴിഞ്ഞപ്പോൾ 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 11 കൊല്ലം കഴിഞ്ഞപ്പോൾ 1989 ബെർലിൻ മതിൽ പൊളിഞ്ഞു. എന്ന് വെച്ചാൽ കമ്മ്യൂണിസം തകർന്നു വീണു. അപ്പോൾ ഭയപ്പെടേണ്ട എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ശരിക്കും സത്യമായി. അദ്ദേഹം പോളണ്ടിൽ പോയപ്പോൾ അവരോട്, ജനങ്ങളോട് മുഴുവൻ കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധ റൂഹായേ, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ നാടിൻ്റെ മുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്ന് ഞങ്ങളുടെ നാടിൻ്റെ മുഖം നവീകരിക്കണമേ. അങ്ങനെ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, അദ്ദേഹം ചില കാര്യങ്ങളും ചെയ്തു. അതോടെ ലോകത്ത് മൂന്നിൽ രണ്ട് ഭാഗം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. അത് തകർന്നു വീണു. അപ്പം അദ്ദേഹം ഭയപ്പെടേണ്ട എന്ന് 1978 പറയുമ്പോൾ 2/3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ലോകത്ത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭയപ്പെടേണ്ട. കാരണം എന്താണ്? അതിന് ഉത്തരം ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു, സമാധാനം നിങ്ങളോട് കൂടെ. അതിനൊരു കാരണം അദ്ദേഹം വെളിപ്പെടുത്തി. പൗരത്യ സഭകൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതേ സത്യമായും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, അതാണ് നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ പ്രത്യാശയുടെ, വിശ്വാസത്തിൻ്റെ. ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിൻ്റെ, സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നതിൻ്റെ രക്തചുരുക്കം ഇതാണ്. അതിനാൽ ഭയപ്പെടേണ്ട എന്ന വാക്ക് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഗബ്രിയേൽ മാലാഖ കന്യകാമറിയത്തിന് അടുക്കൽ വന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട. എന്ന് വെച്ചാൽ ദൈവത്തോട് സഹകരിക്കാൻ പേടിക്കേണ്ടതില്ല. അതേ ഗബ്രിയേൽ മാലാഖ യൗസേപ്പ് പിതാവിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട. അതായത് പേടിപ്പെടുത്തുന്ന, നീറുന്ന പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടാൻ, നാണം കെടാൻ പേടിക്കേണ്ടതില്ല. കർത്താവിൻ്റെ മാലാഖ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതെ, നമ്മൾ വിശ്വസിക്കുന്നതും പ്രത്യാശ അർപ്പിക്കുന്നതും തിരുവുത്ഥാനം ചെയ്ത ഈശോ മിശിഹായിലാണ്. അതിനാൽ നെവർ എവർ ഗിവ് അപ്പ്. ഒരിക്കലും ഉപേക്ഷിക്കരുത്. അഹിംസയിലൂന്നിയ നമ്മുടെ പോരാട്ടം, സത്യാഗ്രഹം ഉപേക്ഷിക്കരുത്, പേടിക്കരുത്. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടം തുടർന്നു കൊണ്ടേ പോകണം.
ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എറണാകുളത്ത് സമാധാനം സ്ഥാപിക്കണമെങ്കിൽ എൻ്റെ വീക്ഷണം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇപ്പം 10-60 വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങളുണ്ട്. 2021 മുതൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ എന്താണ് ഒരു പോംവഴി? ഈ ഞാൻ പറയുന്ന ഭാഷ സഭയെ, സുറിയാനി സഭയെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ വാക്കുകൾ സഭ്യമാണ്, പ്രചോദനമാണ്. സുറിയാനി സഭയെ ഒറ്റുകൊടുക്കുന്നവർക്ക് എൻ്റെ ഭാഷ അസഭ്യമാണ്, തരം താണതാണ്. അപ്പോൾ നിങ്ങൾ സുറിയാനി സഭയെ സ്നേഹിക്കുന്നവരാണോ ഒറ്റുകൊടുക്കുന്നവരാണോ എന്ന് എൻ്റെ ഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ എറണാകുളത്ത് സമാധാനം സ്ഥാപിക്കണമെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ എഴുതുന്നു 2-ാമത്തെ അധ്യായത്തിൽ, എന്തെന്നാൽ അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കുകയും ചട്ടങ്ങളിലുള്ള കൽപ്പനകളുടെ ന്യായപ്രമാണം എന്ന ശത്രുത തൻ്റെ ജഡത്താൽ ഇല്ലാതാക്കി വേർതിരിവിൻ്റെ നടുച്ചുമര് ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിലൊരു പുതിയ മനുഷ്യനായി സൃഷ്ടിക്കാനും കുരിശിൽ വെച്ച് തന്നിലൂടെ ശത്രുത ഇല്ലാതാക്കാനും അങ്ങനെ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് രമ്യതപ്പെടുത്താനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എഫേസ്യ ലേഖനം 2:14-16. അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. ക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം. അനുരഞ്ജനത്തിലൂടെയാണ് ആ സമാധാനം കൈവരുന്നത് എന്നും പൗലോസ്ലീഹ പറഞ്ഞു. ദൈവവും മനുഷ്യനും തമ്മിലും യഹൂദരും വിജാതീയരും തമ്മിലും മനുഷ്യരും തമ്മിലുള്ള ആ അനുരഞ്ജനം നടന്നത് കുരിശിലെ ബലിയിലൂടെയാണെന്നും പൗലോസ്ലീഹ വ്യക്തമാക്കി. കുരിശിൽ വെച്ച് തന്നിലൂടെ ശത്രുത ഇല്ലാതാക്കാനും അങ്ങനെ ഇരുപക്ഷത്തെയും യഹൂദരും വിജാതീയരും ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് രമ്യതപ്പെടുത്താനും. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഒരൊറ്റ വാക്യത്തിൽ കുത്തി ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. മിശിഹായെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് അവൻ സമാധാനത്തിന് ഇളയ തമ്പുരാനായിരിക്കുമെന്നാണ്. ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജകുമാരൻ. യെശയ്യായുടെ പ്രവചനം 9:5-6 വചനങ്ങൾ. ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ പാടിയ പാട്ട് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്നാണ്. ലൂക്കാസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ഈ ഈശോയുടെ ജനന സമയത്ത് ഈ പാട്ട് പാടുമ്പോൾ, മാലാഖമാർ പാട്ട് പാടുമ്പോൾ, അന്ന് ഈ പൊതുമണ്ഡലത്തിൽ, സമൂഹ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നൊരു വിശ്വാസം ലോക സമാധാനം സ്ഥാപിച്ചവൻ അഗസ്റ്റസ് കൈസർ ആയിരുന്നു എന്നാണ്. അഗസ്റ്റസ് കൈസർ ആയിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ലോക സമാധാനം സ്ഥാപിച്ചവനെന്ന്. എന്നാൽ അത് രാഷ്ട്രീയ കൗശലം, സൈനിക ശക്തി, പട്ടാള മേധാവിത്വം, സാമ്പത്തിക സൂത്രപ്പണികൾ എന്നിവ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി നിലനിർത്തിയ ഒരു കൃത്രിമ ശാന്തതയാണ്. യഹൂദര് സമാധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിന്തിച്ചിരുന്നത് ശലോമോനെ കുറിച്ചാണ്. ദാവീദിന്റെ മകൻ ശലോമോൻ, ദാവീദിന്റെ മകനായ സോളമൻ. അവന്റെ രാജഭരണ കാലയളവിൽ ഞാൻ ഇസ്രായേലിന് സമാധാനവും ശാന്തിയും തരും, അവൻ എൻ്റെ പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും എന്ന് 1 ദിനവൃത്താന്തം 22:9-10 കാണാം. അതായത് ശലോമോൻ എന്ന് പറയുന്ന സോളമന്റെ കാലത്ത്, ഈ ഷാലോം എന്ന വാക്കുണ്ടല്ലോ, ഷാലോം, അതിനാണ് ശലോമോൻ. സോളമൻ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ്. ശലോമോൻ എന്നാണ് ഹീബ്രുവിൽ. ശലോമോൻ ഷാലോം എന്ന വാക്കിൽ നിന്നാണ്, സമാധാനം എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോൾ ശലോമോന്റെ കാലയളവിലാണ് സമാധാനം ഉണ്ടാവുക എന്നാണ് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും ദൈവപുത്രന്റെ നിയോഗ ദൗത്യമാണ് സമാധാനം സ്ഥാപിക്കുക. എന്നാൽ അവൻ തന്നെയാണ് സമാധാനം. അങ്ങനെയെങ്കിൽ ശലോമോനേക്കാൾ വലിയവനാണ് ദൈവപുത്രനായ ഈശോ. സമാധാനം സ്ഥാപിക്കുന്നത് ദൈവപുത്രനായ ഈശോയാണ്. അപ്പോൾ ശലോമോനേക്കാൾ വലിയവനാണ് സമാധാനം, ലോകത്ത് സമാധാനം സ്ഥാപിച്ച ഈശോ മിശിഹ. ആ ഈശോ മിശിഹ ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് അത് തരുന്നത്. യോഹന്നാൻ 14:27. ഉത്ഥാനം ചെയ്ത ഈശോ ഓരോ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:19, 21, 26. ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നതിന് മുൻപും
തോമാസ് ലിഹയെ തന്റെ പാർശ്വത്തിൽ കൈവച്ച് തന്നോട് ഒട്ടിച്ചേർക്കുന്നതിന് മുൻപും ഈശോ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് ആവർത്തിച്ചു. പാപമോചനത്തിന് അധികാരം സ്ലീഹന്മാർ കൈമാറുന്നതിന് മുമ്പും സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്ഥിതനായ ഈശോ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു വന്ദനമല്ല, ഒരു ആശംസയല്ല. താൻ കുരിശമരണത്താലും തിരുവുത്ഥാനത്താലും നേടിയ രക്ഷ കൈമാറുന്നതിനെയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുന്നത്. ഞാനത് ആവർത്തിക്കുക. താൻ കുരിശമരണത്താലും തിരുവുത്ഥാനത്താലും നേടിയ രക്ഷ കൈമാറുന്നതിനെയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടാണ് രക്ഷയുടെ ഈ കൈമാറ്റം നടക്കുന്നത്. അപ്പൊ സമാധാനത്തിന് കൈമാറ്റം നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് താൻ കുരിശമരണത്താലും തിരുവുത്ഥാനത്താലും നേടിയ രക്ഷ അവർക്ക് കൈമാറുമ്പോഴാണ്. ഇത് കുർബാനയുമായിട്ട് എത്രയോ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. സമാധാനം എന്നുള്ള ഗ്രീക്ക് വാക്ക് എയ്റേനെ എന്നാണ്. എയ്റേനെ ഹീബ്രു വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷാലോം. പൊരുളുകളുടെ അനേകം അടരുകളുള്ള വാക്കാണ് ഷാലോം. ഞാനതിൻ്റെ ഏതാനും ചില വാക്കുകൾ അർത്ഥം മാത്രം പറയാം. നീതി, ന്യായം, നല്ല ആരോഗ്യം, സുരക്ഷ, സംരക്ഷണം, ക്ഷേമം, സുസ്ഥിതി, സൗഖ്യം, സമൃദ്ധി, തുല്യത, സൗഭാഗ്യം, സൗഹൃദം, ഇങ്ങനെ എല്ലാം അർത്ഥമുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം ഒറ്റ വാക്കിൽ ആവിഷ്കരിക്കണമെങ്കിൽ അതിന് വേദത്താളുകൾ ഉപയോഗിക്കുന്ന വാക്കാണ് രക്ഷ. രക്ഷ. അപ്പൊ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞാൽ രക്ഷ നിങ്ങളോട് കൂടെ എന്നാണ് അർത്ഥം. അതിനകത്ത് നീതിയുണ്ട്, ന്യായമുണ്ട്, ആരോഗ്യമുണ്ട്, സുരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്, ക്ഷേമമുണ്ട്, സുസ്ഥിതിയുണ്ട്, സൗഖ്യമുണ്ട്, സമൃദ്ധിയുണ്ട്, തുല്യതയുണ്ട്, സൗഭാഗ്യമുണ്ട്, സൗഹൃദമുണ്ട്. അപ്പൊ കുർബാനയ്ക്കിടയിൽ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നു. രക്ഷ നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടാണ് രക്ഷയുടെ സമാധാനം കൈമാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെ എന്ത് ചെയ്യണമെന്ന് മലയിലെ പ്രസംഗത്തിലാണ് ഈശോ വെളിപ്പെടുത്തിയത്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ ദൈവം തന്നെയായ പുത്രൻ ഈശോ മിശിഹ സമാധാനം അഥവാ രക്ഷ കൊണ്ടുവന്നത് എങ്ങനെയാണോ അത് ആവർത്തിക്കുന്നവരാണ് ദൈവപുത്രന്മാർ. ശരിയായി സമാധാനം സ്ഥാപിച്ചവനും ദൈവപുത്രനുമായ ഈശോയുടെ ബന്ധപ്പെട്ട് സമാധാനം സ്ഥാപിക്കുന്നവരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ദിവ്യപുത്രത്വം അവരിപ്പോൾ തന്നെ അനുഭവിക്കും സമാധാനം സ്ഥാപിക്കുമ്പോൾ. റോമാലേഖനം 8:14-16, 1 യോഹന്നാൻ 3:1. ഭാവിയിൽ ശരീരത്തിന് ഉയർപ്പിൽ ആ ദിവ്യപുത്രത്വം അത് പൂർണ്ണത പ്രാപിക്കും. റോമാലേഖനം 8:23. കത്തോലിക്ക സഭയുടെ മതബോധനം 2305. അപ്പം നമുക്കൊരു ചോദ്യം, സമാധാനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാന പ്രിയർ ഭാഗ്യവാന്മാർ എന്നല്ല കർത്താവ് പറഞ്ഞത്. ലവേഴ്സ് ഓഫ് പീസ് എന്നല്ല പറഞ്ഞത്, മേക്കേഴ്സ് ഓഫ് പീസ്. സമാധാന പ്രിയർ ഭാഗ്യവാന്മാർ എന്നല്ല കർത്താവ് പറഞ്ഞത്. സമാധാന പ്രിയർ എന്നല്ല, ലവേഴ്സ് ഓഫ് പീസ് എന്നല്ല, മേക്കേഴ്സ് ഓഫ് പീസ്, സമാധാനം സ്ഥാപിക്കുന്നവർ. എയ്റോനോ പൊയ് ഓയ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക്. എയ്റോനോ, എയ്റേനെ സമാധാനം, എയ്റേനോ പൊയ് എയ് എന്ന് വെച്ചാൽ സമാധാനം സൃഷ്ടിക്കുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പോൾ വെറുതെ കലഹത്തിൽ നിന്ന് ഓടി അകലുന്നവരല്ല സമാധാന സ്ഥാപകർ. അവർ സമാധാന പ്രിയരാണ്. കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും ലഹളയുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും സമാധാനം സൃഷ്ടിക്കുക, സമാധാനം സ്ഥാപിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സൃഷ്ടിക്കേണ്ടതാണ്, സ്ഥാപിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സമാധാനം സ്ഥാപിക്കുന്നവർ സമാധാനത്തെ സ്നേഹിക്കണം, സമാധാനപ്രിയരായിരിക്കണം, സമാധാനത്തെ അന്വേഷിക്കും വേണം. എന്നാൽ അവിടെ നിന്ന് പോകരുത്. സമാധാനപ്രിയരായിരുന്ന പോരാ, സമാധാനത്തെ സ്നേഹിച്ചാൽ പോരാ, സമാധാനത്തെ അന്വേഷിച്ചാൽ പോരാ, സമാധാനം സ്ഥാപിക്കുന്നവരാകണം, സൃഷ്ടിക്കുന്നവരാകണം. അത് എന്താണ് അതിനർത്ഥം? ക്രിസ്തുവാണ് സമാധാനം എന്ന് പറഞ്ഞു. ക്രിസ്തു സമാധാനം സ്ഥാപിച്ചത് എവിടെയാണ്? കുരിശിലാണ്. അതും പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് കുരിശിൽ അവൻ സമാധാനം സ്ഥാപിച്ചത്? ഈ കുരിശിൽ സമാധാനം സ്ഥാപിക്കാനുള്ള പ്രക്രിയ അതെങ്ങനെയാണ് ആരംഭിച്ചത്? പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ ഈശോ ബഥാനിയയിലേക്ക് വന്നു. യോഹന്നാൻ 12:1. അതായത് ഓശാന ഞായറാഴ്ചയുടെ തലേ വെള്ളിയാഴ്ച. പിറ്റേ ദിവസം ശനിയാഴ്ച സാബത്ത് കഴിഞ്ഞപ്പോൾ അവർ ഈശോയ്ക്ക് ഒരു അത്താഴം ഒരുക്കി. ആ സമയത്ത് മറിയം ഈശോയെ തൈലം പൂശി. പിറ്റേന്ന് ഓശാന ഞായറാഴ്ച ഈശോ യെറൂസലേമിലേക്ക് യാത്ര ചെയ്തു.
പെരുന്നാൾക്ക് വന്നിരുന്ന വലിയൊരു പുരുഷാരം ഈന്തപ്പനയുടെ കുരുത്തോല കയ്യിലെടുത്ത് അവന് എതിരേറ്റു. ഈശോ രാജാവായി യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. യോഹന്നാൻ 12. വലിയൊരു പുരുഷാരം, വലിയൊരു ജനക്കൂട്ടം അവനെ എതിരേറ്റു. അപ്പം നമുക്കൊരു കാര്യം ചോദിക്കാം, ഈ ബഥാനിയായിലേക്ക് അവൻ എന്തിനാണ് 2 ദിവസം മുമ്പേ വന്നത്? ഒന്ന്, ബഥാനിയായിൽ ഈ ഒലിവുമലയുടെ ഇങ്ങനെ ചെരുവിലാണ് ഈ ബഥാനിയ. അവിടെ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ പോകുന്നത്. അവിടെ തന്നെയാണ് ദ്വിതീയ ആഗമനത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുക. ഒലിവ് മലയിൽ അവൻ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ ഈ ശവകുടീരം മുഴുവൻ ഈ ഒലിവ് മലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പെട്ടെന്ന് കാണാനുള്ള ആ ഒരു സങ്കല്പം വെച്ചിട്ടാണ്. അപ്പോൾ ബഥാനിയായിൽ വെച്ചാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോവുക. അവിടേക്കാണ്, ഒലിവ് മലയിലേക്കാണ് അവൻ തിരിച്ചു വരിക. അവിടെയാണ് ന്യായവിധി നടക്കുക. ഇതെല്ലാം ബൈബിളിലെ സങ്കല്പങ്ങളാണ്. അപ്പോൾ ബഥാനിയായിൽ അവൻ എന്താണ് ചെയ്തത്? ബഥാനിയാലാണ് ലാസറിനെ ഉയർപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേര് കർത്താവിൽ വിശ്വസിച്ചുവെന്നും ലോകം മുഴുവൻ്റെ പിന്നാലെ പോയി എന്നൊക്കെ ഫരിസയരും പിന്നെ മഹാപുരോഹിതന്മാരും പറയുന്നുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ജനക്കൂട്ടത്തെ കർത്താവ് അവിടെ ഓർഗനൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഈ പെരുന്നാൾക്ക് വരുന്നത്. അവരാണ് ഈ കുരുത്തോലയെടുത്ത് മരങ്ങൾ വെട്ടി വസ്ത്രങ്ങൾ വിരിച്ച് കർത്താവിനെ രാജാവായിട്ട് യെരൂശലേമിലേക്ക് സ്വീകരിക്കുന്നത്. ജനത്തിന്റെ അകമ്പടിയോടെ, ആ ജനത്തിന്റെ വലിയ പിന്തുണയോടെ അവൻ യെരൂശലേമിൽ പ്രവേശിക്കുക മാത്രമല്ല, ദേവാലയത്തിൽ വന്ന് അവിടെ കാള, ആട്, പ്രാവ് എന്ന് വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും കയർ കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യമെടുത്ത് എറിഞ്ഞു കളഞ്ഞ് മേച്ചകളങ്ങ് മറിച്ചിട്ടു. കർത്താവ് വയലൻ്റായി. ഈ ജനങ്ങളുടെ സപ്പോർട്ടും കൂടിയുണ്ട്. ഇത് ചെയ്യാൻ നിനക്ക് എന്ത് അധികാരം എന്ന് ചോദിച്ചവരോട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം, എൻ്റെ ശരീരം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അവന് ശരീരമാകുന്ന ദേവാലയത്തിലെ പുതിയ ആരാധന, വിശുദ്ധ കുർബാന ആരംഭിക്കുമെന്നും അതിനാൽ ഈ ജെറൂസലം ദേവാലയം ആവശ്യമില്ലെന്നും ഈശോ വ്യക്തമാക്കുകയായിരുന്നു. പിന്നെ പെസഹയുടെ ദിവസം അവൻ കുർബാന സ്ഥാപിക്കുകയാണ്. അവൻ പുതിയ ആരാധന, വിശുദ്ധ കുർബാന, ആത്മാവിന് സത്യത്തിലുള്ള ആരാധന ആരംഭിക്കുകയാണ്. അപ്പോഴാണ് യൂദാസ് അവൻ ഒറ്റ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. പിശാച് അവനെ പ്രേരിപ്പിച്ചു. പിശാചിന്റെ സ്വാധീനത്തിൽ യൂദാസ് വീണു. യോഹന്നാൻ 13. എൻ്റെ പ്രാണസ്നേഹിതൻ, എന്നോടൊപ്പം കൗദാശി അപ്പം കഴിച്ചവൻ എനിക്കെതിരെ കുതുകാലി ഉയർത്തിയെന്ന് ഈശോ കുർബാന സ്ഥാപിക്കുന്ന മേശപ്പുറത്ത് വെച്ചാണ് പറഞ്ഞത്. കുർബാന സ്ഥാപിക്കുന്ന മേശപ്പുറത്ത് വെച്ചാണ് പറഞ്ഞത്. ഞാൻ അത് ആവർത്തിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഐക്യത്തിന്റെ കൂദാശിൽ വെച്ച് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പ്രാണസ്നേഹിതൻ എന്നോടൊപ്പം കൗദാശിക അപ്പം കഴിച്ചവൻ. എന്തുകൊണ്ട് ഞാൻ കൗദാശിക അപ്പം എന്ന് പറയുന്നത്? സാധാരണ വാക്കല്ല കർത്താവ് ഉപയോഗിച്ചത്. എസ്തിയോ എന്നാണ് സാധാരണ വാക്ക്, തിന്നുക എന്നുള്ളതിന്. കർത്താവ് ഉപയോഗിച്ചത് ട്രോഗയോ എന്നാണ്, അല്ലേ? ച്യൂ അല്ലെങ്കിൽ ഗ്നാവ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ അർത്ഥം. ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുക. അതായത് ശരിക്കും കൗദാശിക അപ്പം കഴിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണ അപ്പമല്ല, ഇത് കൗദാശിക അപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വ്യത്യസ്തമായ അല്പം അപരിഷ്കൃതമായ വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. ഗ്നാവ് എന്നർത്ഥമുള്ള ഒരു വാക്ക് ട്രോഗയോ. അതുകൊണ്ട് ഞാൻ കൗദാശിക അപ്പം കഴിച്ചവനെന്ന് പറയണേ. എൻ്റെ പ്രാണസ്നേഹിതൻ എന്നോടൊപ്പം കൗദാശിക അപ്പം കഴിച്ചവൻ എനിക്കെതിരെ കുതികാലി ഉയർത്തി എന്ന് കുർബാന മേശയിൽ വെച്ചിട്ടാണ് ഈശോ മിശിഹ പറഞ്ഞത്. ഇതൊക്കെ ഈ സാധാരണക്കാരും കേൾക്കണം, ദൈവശാസ്ത്രജ്ഞന്മാരും കേൾക്കണം. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുക. ഇവിടെ നീ പിശാചിന്റെ സ്വാധീനത്തിലാണ്. ഈ കുർബാന മേശയിൽ നീ ഇരിക്കരുത്. നീ എഴുന്നേറ്റ് പോയി നിനക്ക് ചെയ്യാനൊക്കെ ചെയ്യ്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് കുർബാന മേശയാണ്, നീ പോകുക. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനുള്ളിൽ പ്രവേശിച്ചു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചു. ഇന്ന് എത്രയോ വിമത വൈദികരുടെ ഉള്ളിലേക്ക് കർത്താവല്ല പ്രവേശിക്കുന്നത്, സാത്താനാണ്. അവർക്ക് ഒത്താശ കൊടുക്കുന്ന സഭാ നേതൃത്വത്തിന്റെ ഉള്ളിലേക്കും സാത്താനാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയം കഠിനമായി പോകുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ അവർക്ക് തോന്നിപ്പോകുന്നത്. മാർപ്പാപ്പയെ ധിക്കരിക്കണം എന്നവർക്ക് തോന്നുന്നത്. അവർ കുർബാന അപ്പം കഴിക്കുമ്പോൾ കർത്താവിനെ അല്ല സ്വീകരിക്കുന്നത്, സാത്താനെയാണ്, യൂദാസിനെ പോലെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ എഴുന്നേറ്റ് പോ. ഈ പ്രകാശത്തിന്റെ ബലിപീഠത്തിൽ നിനക്ക് ഇരിക്കാൻ പറ്റില്ല. ജീവന്റെ ബലിപീഠത്തിൽ നിനക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം നിന്നിലാകെ പിശാച് നിറഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം ഈശോ കുരിശിൽ മരിച്ചു. അങ്ങനെ ദൈവവും മനുഷ്യരും തമ്മിൽ സമാധാനം സ്ഥാപിച്ചു എന്നാണ് പൗലോസ് പറയണേ. അക്രമത്തിന്റെ സന്ദർഭത്തിൽ തൻ്റെ പ്രാണൻ കൊടുത്തുകൊണ്ടാണ് ഈശോ സമാധാനം സ്ഥാപിച്ചത്. നോക്കുക, അക്രമത്തിന്റെ സന്ദർഭത്തിൽ കർത്താവിൻ്റെ കൈകളൊക്കെ വലിച്ചു നീട്ടി ഇങ്ങനെ ആണികൾ തറച്ച് കുരിശിനോട് ബന്ധിച്ച് അവന് ചമ്മട്ടി കൊണ്ട് അടിച്ച് തലയിൽ മുൾമുടി വെച്ച് അങ്ങനെ
മനുഷ്യർക്ക് അവനോട് ചെയ്യാൻ പറ്റുന്ന സകല അക്രമത്തിൻ്റെയും ആ സന്ദർഭത്തിൽ തൻ്റെ പ്രാണൻ തന്നെ ആത്മബലി അർപ്പിച്ചുകൊണ്ടാണ് അവൻ കുരിശിൽ സമാധാനം, രമ്യത, അനുരഞ്ജനം സ്ഥാപിച്ചത്. പ്രാണൻ കൊടുത്ത് ഈശോ സമാധാനം സ്ഥാപിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് സമാധാനമെന്നും എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കുക എന്നും ഒന്ന് പരിശോധിക്കാം. ആദ്യം എന്താണ് സമാധാനം, എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കുക, സമാധാന സ്ഥാപകരാകുക? നിഷേധാത്മകമായി നോക്കിയാൽ നെഗറ്റീവ് കാറ്റഗറി, യുദ്ധവും അക്രമവും ഇല്ലാത്ത അവസ്ഥയാണ് സമാധാനം. ദൈവവും മനുഷ്യരും തമ്മിൽ യുദ്ധമില്ലാത്ത അവസ്ഥ, മനുഷ്യരും തമ്മിൽ പോരാട്ടമില്ലാത്ത അവസ്ഥ, രാജ്യങ്ങളും തമ്മിൽ യുദ്ധമില്ലാത്ത അവസ്ഥ, അയൽക്കാരും നമ്മളും തമ്മിൽ യുദ്ധമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ യുദ്ധമില്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ അതിനൊരു നെഗറ്റീവ് കാറ്റഗറിയിൽ പറയാം സമാധാനം. 2, യുദ്ധമില്ലാതിരിക്കുന്നത് മാത്രമല്ല സമാധാനം, ശാന്തിയും സ്വസ്ഥതയും ഉള്ളതും. ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമില്ലെങ്കിലും ശാന്തിയുണ്ടോ, സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ? പേടിയാണ്. അവിടെ എപ്പോഴും പട്ടാളക്കാർ വേണ്ടേ? ബോർഡറിൽ എപ്പോഴും പട്ടാളക്കാർ വേണം. കാരണം എന്താ? എപ്പോൾ വേണമെങ്കിലും ശത്രുക്കൾ. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ശാന്തിയില്ല, സ്വസ്ഥതയില്ല. എപ്പോൾ വേണമെങ്കിലും ബോംബ് വീഴാം, എപ്പോൾ വേണമെങ്കിലും മിസൈൽ പതിക്കാം എന്നൊരു പേടിയുണ്ട്. അപ്പോൾ യുദ്ധമില്ലാതിരുന്നാൽ മാത്രം പോരാ, ശാന്തി വേണം, സമാധാനം വേണം, സ്വസ്ഥത വേണം. അത് മനസ്സിൻ്റെ ഉള്ളിലും വേണം, മറ്റുള്ളവരുമായ ബന്ധത്തിലും വേണം. അപ്പോൾ അതാണ് അടുത്തൊരു അർത്ഥം എന്ന് പറയുന്നത്. തീർന്നില്ല. രാഷ്ട്രവ്യവഹാരത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, രാഷ്ട്രീയ കക്ഷികളുടെ വാക്കുകളിൽ പറഞ്ഞാൽ, സമൂഹത്തിൽ ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ, പബ്ലിക് ഓർഡർ എന്ന് പറയും, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം നിലനിൽക്കണം. ക്രമസമാധാനം ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്താണ്? പേപ്പട്ടി കടിച്ച് മരിക്കുക, ആന ചവിട്ടി മരിക്കുക, പുലി കടിച്ച് മരിക്കുക, പന്നികുത്തി മരിക്കുക. ഇങ്ങനെ മനുഷ്യരും തമ്മിൽ വെട്ടിക്കൊല എല്ലാ ദിവസവും. പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇതിനൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മൊത്തം ക്രമസമാധാന പ്രശ്നമുണ്ട്. പുതിയ തലമുറയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നേരിടാനുള്ള അങ്ങനെ ഒരു ചങ്കുറപ്പില്ല. അപ്പോൾ അവരൊക്കെ നാട് വിട്ടു പോകുന്നു. അപ്പോൾ ഇതൊരു അസമാധാനത്തിൻ്റെ ഭാഷയാണ്, പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, മറ്റു സ്ഥലങ്ങളിലുണ്ട്. സ്വദേശത്ത് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്ത, സുരക്ഷയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് പോകുന്നത്. ഈ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ പാശ്ചാത്യ ദേശത്തേക്ക് പോകുന്നു, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നു, അമേരിക്കയിൽ ചൊവ്വയിലേക്കും പിന്നെ ചന്ദ്രനിലേക്കും പോകുന്നു. ഇങ്ങനെ യാത്രകളാണ്, അസ്വസ്ഥതകൾ തീരുന്നില്ല. പിന്നെ ഇതെല്ലാം ഒരു നെഗറ്റീവ് കാറ്റഗറി. ക്രിയാത്മകമായിട്ട് പ്രസാദാത്മകം നോക്കിയാൽ ദൈവവുമായി നേരും നിറവുമുള്ള ബന്ധം. ദൈവമായിട്ട് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നേരും നിറവുമുള്ള ബന്ധം ദൈവവുമായിട്ട്. അതായത് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക, നീതി, ന്യായം, ദൈവത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുക. യുദ്ധമില്ലാത്ത അവസ്ഥ തന്നെയല്ല, ദൈവത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് നേരും നിറവും പാലിക്കുന്ന ഒരു ബന്ധം, ദൈവത്തോട് സത്യസന്ധത പാലിക്കുന്ന, ആർജവത്വം പാലിക്കുന്ന ഒരു ബന്ധം. ആ ബന്ധമാണ് സമാധാനം. സമൂഹത്തിലാണെങ്കിൽ യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല, സത്യവും നീതിയും പുലരുന്ന അവസ്ഥ. സത്യവും നീതിയും. അൽമായർക്ക് നീതിയും ന്യായവും നിഷേധിക്കുമ്പോൾ അവിടെ സമാധാനമില്ല. അൽമായർക്ക് നീതിയായിട്ട് ലഭിക്കേണ്ടതാണ് ഏകീകൃത കുർബാന, ന്യായമായി ലഭിക്കേണ്ടതാണ് ഏകീകൃത കുർബാന. അത് നിഷേധിക്കുമ്പോൾ അവർക്ക് സമാധാനമുണ്ടോ? സമാധാനമില്ലാത്തത് കൊണ്ടല്ലേ അവര് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന തായോ, സഭ കൽപ്പിച്ച കുർബാന തായോ എന്നും പറഞ്ഞ് കെഞ്ചി തെരുവിലിറങ്ങി നടക്കുന്നത്. തീർന്നില്ല. ഇല്ലിസിറ്റ് കുർബാന എന്ന് പറയുന്ന, അതായത് ഒരു തിരുക്കർമ്മത്തിന് കണ്ടന്റ് ഉണ്ട്, ഫോമുണ്ട്, ഉള്ളടക്കമുണ്ട്, രൂപമുണ്ട്. ഉള്ളടക്കവും രൂപവും ശരിയായിരുന്നാലാണ് വാലിഡും ലിസിറ്റുമാകുക. ഉള്ളടക്കം ശരിയും രൂപം ശരിയോ അല്ലെങ്കിൽ സഭ കൽപ്പിച്ച പോലെ അല്ല അർപ്പിക്കുന്നെങ്കിൽ അത് ഇല്ലിസിറ്റാണ്. അത് എറണാകുളത്ത് മാത്രമല്ല, ഇരിങ്ങാലക്കുട രൂപതയിലും മറ്റു പല രൂപതകളിലും ഈ സഭ കൽപ്പിച്ച പോലെ അല്ല കുർബാന ചൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ രൂപത്തിന് മാറ്റം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കോട്ടം വന്നിരിക്കുന്നു. അതാണ് ഇല്ലിസിറ്റ്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു കൂദാശയ്ക്ക് ഉള്ളടക്കമുണ്ട്, രൂപമുണ്ട്, കണ്ടന്റ് ആൻഡ് ഫോം. കണ്ടന്റ് ശരിയല്ലെങ്കിൽ വാലിഡ് അല്ല. ഫോം ശരിയല്ലെങ്കിൽ ലിസിറ്റ് അല്ല. രണ്ടും ശരിയാകുമ്പോഴാണ്, ഉള്ളടക്കവും സഭ കൽപ്പിച്ച രൂപവും കൂദാശയ്ക്ക് ഉള്ളപ്പോഴാണ് അത് വാലിഡും ലിസിറ്റുമാകുക. ഇവിടെ ഈ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു. അപ്പോൾ ആളുകൾക്ക് ഒരു മനസാക്ഷിക്കടി. അതുകൊണ്ട് ഇല്ലിസിറ്റ് കുർബാന പങ്കെടുക്കുന്നതിന് പകരം സുറിയാനി കത്തോലിക്കറ്റ് ലത്തീൻ പള്ളിയിൽ പോകുകയാണ്. അവിടെയാണെങ്കിൽ ഉള്ളടക്കവും രൂപവും കറക്റ്റാണ്. ലത്തീൻ കുർബാനയാണെങ്കിലും ലത്തീൻ കുർബാനയിൽ രൂപം
ജനാഭിമുഖമാണ്. കുരിശ് വെച്ചിട്ടുള്ളതുകൊണ്ട് അവർ ജനാഭിമുഖം എന്ന് അവർ പറയില്ല, ദൈവോന്മുഖം എന്ന് തന്നെയാണ് പറയുക. എങ്കിലും അവരുടെ രൂപം അതാണ്. സുറിയാനി സഭയുടെ രൂപം അതല്ല. ഈ സുറിയാനി സഭയിൽ ലത്തീൻ സഭയിൽ നമ്മളുടെ അന്തരം തിരിച്ചറിയാത്തവരാണ് ഇത് മനസ്സിലാക്കാത്തത്. ഈ കത്തോലിക്ക സഭയ്ക്കുള്ള 24 സഭകളുള്ള കാര്യമൊന്നും ഈ പറഞ്ഞ വിമത വൈദികർക്കോ അൽമായ മുന്നേറ്റക്കാർക്കോ അറിയില്ല. അവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അവർക്ക് അവർ അജ്ഞതയുടെ പടുകുഴിയിൽ എന്താ പറയുക ചെളിക്കുണ്ടി കിടക്കുകയാണ്. ആ അജ്ഞത മാറ്റാൻ അവർക്ക് ആഗ്രഹമില്ല. മാണിപ്പറമ്പിലച്ഛൻ്റെ വീഡിയോ കാണരുത് എന്ന് വിമത വൈദികരോടും ചമ്മാച്ചന്മാരോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാരണം എന്താ? ഈ അറിവില്ലായ്മയിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് കരകയറാൻ അവർ ആഗ്രഹിക്കുന്നില്ല. വെളിപാടെന്ന് പറഞ്ഞാൽ സ്വർഗത്തു നിന്നുള്ള വെളിപാട് മാത്രമല്ല, സ്വർഗത്തിന്റെ രഹസ്യങ്ങളുടെ തിരച്ചിൽ മാറ്റുക മാത്രമല്ല, നമ്മുടെ അജ്ഞതയുടെ തിരച്ചിൽ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മൻ സഹായിക്കണം, അല്ലെങ്കിൽ അനുവദിക്കണം. അങ്ങനെ അജ്ഞതയുടെ തിരച്ചിൽ എടുത്തു മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അജ്ഞതയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മാണിപ്പറമ്പലച്ചൻ്റെ വീഡിയോസ് കാണണ്ട എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നീതിയും ന്യായവും നിഷേധിക്കപ്പെടുകയാണ്. അതായത് ഉള്ളടക്കവും രൂപവും കണ്ടന്റും ഫോമും എങ്ങനെ ശരിയായ രീതിയിൽ അർപ്പിക്കുന്ന കുർബാന കിട്ടാനായിട്ട് അവർക്ക് അവകാശമുണ്ട്. പക്ഷെ ആ അവകാശം നിഷേധിക്കുന്നു. അപ്പോൾ സത്യമോ നീതിയോ പുലരുന്നില്ല, നീതിയോ ന്യായമോ പുലരുന്നില്ല, അവിടെ സമാധാനമില്ല. അതുകൊണ്ട് ജനങ്ങൾ തെരുവിലാണ്. ക്രിയാത്മകമായിട്ട് സമാധാനത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, തുല്യതയും ബഹുമാനവുമുള്ള അവസ്ഥ. ഈ അൽമായർക്ക് ആത്മാഭിമാനമുണ്ട്, വൈദികർക്ക് മാത്രമല്ല. സഭ എന്ന് പറഞ്ഞാൽ വൈദികരും മെത്രാന്മാരും മാത്രമല്ല, അൽമായരും കൂടിയാണ്. അവർക്കും തുല്യ ബഹുമാനത്തിന് അർഹതയുണ്ട്. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ സഭയിൽ സമാധാനമില്ല. അൽമായർക്ക് ആത്മാഭിമാനമുണ്ടെന്നും അവർക്ക് തുല്യമായ ബഹുമാനത്തിന് അർഹതയുണ്ടെന്നും അംഗീകരിക്കുകയും ആ ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, അവർ നമ്മൾ അടിമകളാക്കി നിർത്തുന്നെങ്കിൽ ആ സഭയിൽ സമാധാനം ഉണ്ടാകില്ല. ഇങ്ങനെ സമാധാനത്തിന് വിവിധ ചക്രവാളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം. ഞാനിപ്പോൾ ഒരു 3 നിഷേധാത്മക രൂപത്തിലും 3 പ്രസാദാത്മക രൂപത്തിലും പറയുകയാണ്. ഇവയെല്ലാം സമാധാനത്തിന് വിവിധ ചക്രവാളങ്ങളാണ്. കർത്താവ് പറഞ്ഞ എന്താണ്? സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവപുത്രന്മാർ. അതിനെന്താണ് ചെയ്യേണ്ടത്? സമാധാനം സ്ഥാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? യാക്കോബിന്റെ ലേഖനം 3:18 പറയാണ്, കലഹവും കലാപവുമുള്ള ലോകത്ത് സമാധാനം വിതയ്ക്കുന്നവരായിരിക്കണം സമാധാന സ്ഥാപകര്. ലോകത്ത് കലഹമുണ്ടാകും, കലാപമുണ്ടാകും, അങ്ങനെയൊക്കെ അത് ഉണ്ടാകും. അവിടെ സമാധാനം വിതയ്ക്കുന്നവരാകണം. സമാധാനം വിതയ്ക്കണം. സൃഷ്ടിക്കണമെങ്കിൽ വിതയ്ക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈശോ ചെയ്ത കാര്യങ്ങൾ, അതായത് ദൈവം തന്നെയായ പുത്രനാണ് ഈശോ, അവനാണ് സമാധാനം. അവൻ ചെയ്ത കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നാം ദൈവപുത്രന്മാരാകും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്തൊക്കെയാണ് ഈശോ ചെയ്തത്? 1, ഇത് എറണാകുളത്ത് സമാധാനം സ്ഥാപിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണേ. ഈശോ ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കുക. 1, ഈശോ ജെറൂസലമിലേക്ക് വന്നു. തലസ്ഥാന നഗരിയിലേക്ക്, ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനത്തേക്ക് ഈശോ ബഥാനിയായിൽ നിന്ന് വന്നു. അതെങ്ങനെ വന്നെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്കൊന്നുകൂടി കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് അവൻ വന്നു. അതായത് യെറൂസലം എന്ന് പറയുന്ന മതത്തിൻ്റെ കേന്ദ്രം, അതുപോലെ തന്നെ ആരാധനയുടെ കേന്ദ്രം, അവിടേക്ക് ഈശോ വന്നു. ആ യെറൂസലമിലേക്ക് പോയാൽ അവർ തന്നെ കൊല്ലുമെന്ന് ചില സ്ലീഹന്മാർ പറഞ്ഞപ്പോൾ തോമാസ് ലീഗ അവരോട് പറഞ്ഞു, മരിക്കാനായി നമുക്ക് അവൻ്റെ കൂടെ പോകാം. സീറോ മലബാർ സഭയുടെ നേതൃത്വം എറണാകുളത്തേക്ക് വരണം. ഈശോ ജെറൂസലമിലേക്ക് പോയതുപോലെ സീറോ മലബാർ സഭയുടെ നേതൃത്വം എറണാകുളത്തേക്ക് വരണം. അവിടെയും ഇവിടെയും കറങ്ങി നടന്നാൽ പോരാ. ഒരുപക്ഷെ വിമതരും അൽമായ മുന്നേറ്റക്കാരും ഈ സഭാ നേതൃത്വം കൊന്നേക്കാം, ആക്രമിച്ചേക്കാം. അപ്പോൾ തോമാസ് ലീഗ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങണം. മരിക്കാനായി നമുക്ക് അവനോടൊപ്പം എറണാകുളത്തേക്ക് പോകാം. മരിക്കാനായി നമുക്ക് ഈശോയോടൊപ്പം എറണാകുളത്തേക്ക് പോകാം. ഈ ഒരു തോമാസിലെ ചങ്കൂറ്റം ഇല്ലാത്തവർ സുറിയാനി കത്തോലിക്കരല്ല, നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യരുമല്ല. 2, വലിയൊരു പുരുഷാരത്തോടു കൂടിയാണ് ഈശോ ജെറൂസലമിൽ പ്രവേശിച്ചത്. വലിയൊരു പുരുഷാരം, രാജാവായിട്ടാണ് അവൻ പ്രവേശിച്ചത്. തീർച്ചയായിട്ടും കഴുതപ്പുറത്ത് ഇരുന്നിട്ടാണ് ചെന്നത്. എളിമയുള്ളവനാണവൻ. പക്ഷേ തൻ്റെ രാജ്യത്വം അടിയറവ് വെച്ചിട്ടല്ല അവൻ ജെറൂസലമിലേക്ക് പ്രവേശിച്ചത്. ആണോ? അല്ലല്ലോ. അവൻ രാജാവായിട്ട് തന്നെ പോയത്. രാജാവായിട്ട് അവർ വസ്ത്രം വിരിച്ചു, വഴിയിൽ
മരച്ചില്ലകൾ വെട്ടി ഈന്തപ്പനയുടെ കുരുത്തോലകൾ ഉയർത്തു. ഗംഭീര ആഘോഷമായിട്ടാണ്. ഈ ലാളിത്യം എന്താണെന്നും അന്തസ്, പദവിയുടെ അന്തസ് എന്തെന്നും തിരിച്ചറിയാത്തവരാണ് നേതൃത്വത്തിലുള്ള മിക്കവാറും ആളുകൾ. ലാളിത്യം എന്ന് പറഞ്ഞാൽ പദവിയുടെ അന്തസ് കളഞ്ഞു കുളിക്കുന്നതല്ല. പദവിയുടെ അന്തസ് ഉണ്ടല്ലോ, അത് കളഞ്ഞു കുളിക്കുന്നതല്ല ഈ ഈ ലാളിത്യം എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി ജീവിച്ച ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കേസക്കിടാതെയോ ആ മാർപ്പാപ്പയെ അന്ന് കാണിക്കുന്ന തൊപ്പി വെക്കാതെയോ അല്ലെങ്കിൽ ഇല്ലാതെയോ പോയിട്ടില്ല. തീർച്ചയായിട്ടും മാർപ്പാപ്പമാർ ഉപയോഗിക്കുന്ന ചുവന്ന ഷൂ ഉപയോഗിച്ചില്ല, പക്ഷെ കറുത്ത ഷൂ ഉപയോഗിച്ചു. ഇല്ലേ? മാർപ്പാപ്പയെന്ന് വിചാരിച്ചിട്ട് ഈ ഇതില്ലേ മൊബൈൽ ആ കാർ ഉപയോഗിക്കാതിരുന്നോ? ഇല്ല. അപ്പം എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, പദവിയുടെ അന്തസ്സ് സൂക്ഷിക്കേണ്ട രംഗങ്ങളിൽ അത് സൂക്ഷിക്കണം. കർത്താവ് ഈശോ മിശിഹ രാജാവായി കഴുതപ്പുറത്തിരുന്ന് ഈ പുരുഷാരത്തോടു കൂടിയാണ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. സഭാ നേതൃത്വം എറണാകുളത്ത് വരുന്നു, അങ്ങനെ ആയിരിക്കണം. എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ 94% അൽമായരും മാർപ്പാപ്പയുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാ. 94%. പക്ഷേ അവരിപ്പോൾ മൗനമാണ്, നിശബ്ദത പാലിച്ചിരിക്കുകയാണ്, രംഗത്തിറങ്ങുന്നില്ല. കാരണം എന്താ? അവരെ നയിക്കാൻ ഇടയനില്ല. അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ അവരുടെ ഇടയൻ വന്നാൽ അവർ ഇളകിവശാകും. അവർ വസ്ത്രം വിരിച്ച് മരച്ചില്ലകൾ വെട്ടി ഈന്തപ്പന കുരുത്തോലയും എടുത്ത് ഇടയനെ ആനയിക്കും. ആ പുരുഷാരം കണ്ട് വിമതരും അൽമായ മുന്നേറ്റക്കാരും ഞെട്ടിപ്പോകും. ഇതെന്റെ വാക്കാണ്. തെളിയിക്കാൻ വെല്ലുവിളിച്ചാൽ ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് അതിൻ്റെ അപ്പോയിൻമെന്റ് തരണം. ഇതെല്ലാം കേൾക്കുമ്പോൾ എന്നാൽ താൻ വന്ന് എറണാകുളത്ത് ചെയ്യടോ എന്നൊക്കെ ചിലർ ചോദിക്കും. അങ്ങനെ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത് വിമതരുടെ പരിപാടിയാണ്. സ്വയം പള്ളിയിൽ ചെന്നിരിക്കുക, സ്ഥലം മാറ്റം കൊടുത്താലും പോകാണ്ടിരിക്കുക. കർത്താവ് ഈശോ മിശിഹ പോലും പറഞ്ഞെന്താണ്? പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. പുത്രൻ തമ്പുരാൻ പോലും സ്വയം ഏറ്റെടുത്തതല്ല തൻ്റെ ദൗത്യം, നിയമിക്കപ്പെടുകയാണ്. നിയമിക്കപ്പെടാതെ ഇല്ലേ സ്ഥാനത്ത് വരുന്നവരെയാണ് പുറം വാതിലിലൂടെ വരുന്നവരെന്ന് പറഞ്ഞത്. വാതിലിലൂടെ കടക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാണെന്ന് പറഞ്ഞു. അത് നിയമിക്കപ്പെടാതെ വരുന്നവരാണ്. ഈ നിയമിക്കപ്പെടാതെ വരുന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല വൈദികരും. അല്ലേ? അവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. പിതാവൻ അയച്ചതുപോലെ ഞാനും നിങ്ങൾ അയക്കുന്നു. പുത്രൻ പോലും സ്വയം ഏറ്റെടുക്കുന്നതല്ല തൻ്റെ ദൗത്യം, പിതാവ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചാൽ ഞാൻ കാണിച്ചു തരാം ഈ സംഗതി എങ്ങനെയാണെന്നുള്ളത്. വലിയ പുരുഷാരത്തോടു കൂടി എങ്ങനെയാണ് എറണാകുളത്തേക്ക് ഇടയൻ വരിക എന്നുള്ളത്. 3, യേശു ചെയ്ത കാര്യങ്ങളെ പറഞ്ഞിട്ടോ സമാധാനം സ്ഥാപിക്കാൻ. ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അനുസരണക്കേടിന് പിന്തിരിയാൻ തയ്യാറല്ലെങ്കിൽ ചമ്മട്ടിയുണ്ടാക്കി അവരെ ആട്ടിയോടിക്കണം. കർത്താവ് അത് ചെയ്തേ ഇല്ലേ? ജെറുസലേം ദേവാലയം ചെയ്തിട്ട് അവൻ അതല്ലേ ചെയ്തത്? ഈ പുരുഷാരത്തോടു കൂടി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ ആട്ടി ഓടിച്ചു, ചമ്മട്ടി ഉണ്ടാക്കി, മേശ തട്ടിമറിച്ചിട്ടു. അൽമായ മുന്നേറ്റക്കാരെന്ന പ്രസ്ഥാനത്തെ സുറിയാനി കത്തോലിക്ക സഭയിൽ നിരോധിക്കണം. കൂദാശ വിലക്കുള്ള വൈദികരി പിന്നെയും അനുസരണക്കേടിൽ മുന്നോട്ട് പോയാൽ ഉടുപ്പൂരി വിടണം. സ്ഥലം മാറ്റം കൊടുത്തിട്ടും പോകാത്തവരുടെ പള്ളികളിലേക്ക് നേരിട്ട് ചെന്ന് ഇറങ്ങിപ്പോകാൻ പറയണം. അതിന് ചങ്കൂറ്റം കാണിക്കണം. അതിനുള്ള അധികാരം രൂപതാധ്യക്ഷനുണ്ട്. ഇതൊക്കെയാണ് കർത്താവ് ചെയ്തത് യെരൂശലേം ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട്. പിന്നെ കുർബാനയുടെ സ്ഥാപന വേളയിലേക്ക് പോകുകയാണ് കർത്താവ്. കുർബാനയുടെ സ്ഥാപന വേളയിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിന് പിശാചിന്റെ വാക്കുകൾ കേട്ട യൂദാസിനോട് ഈശോ ചെയ്തതുപോലെ ആഭിചാര കുർബാന അർപ്പിച്ച 33 വൈദികരോട് എഴുന്നേറ്റ് പോകാൻ പറയണം. അവരെ സസ്പെൻഡ് ചെയ്യണം. ഇത് പ്രകാശത്തിന്റെ ബലിപീഠമാണ്, ഇത് സ്നേഹത്തിന്റെ ബലിപീഠമാണ്. ഇവിടെ ആഭിചാര കുർബാന അർപ്പിക്കാൻ പറ്റില്ല. അവരെ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷൻ പ്രാബല്യത്തിലാക്കാൻ ആസൂത്രണവും പദ്ധതികളും തയ്യാറാക്കിയിരിക്കണം. പകരം സംവിധാനം ഏർപ്പെടുത്തണം. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോയ യൂദാസിനെ ചേർത്ത് പിടിക്കുകയല്ല കർത്താവ് ചെയ്തത്. എഴുന്നേറ്റ് പോകാനാ പറഞ്ഞത്. പെട്ടെന്ന് എഴുന്നേറ്റ് പോ. അവനെ പുറത്താക്കുകയാണ്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും അവൻ നാശത്തിന്റെ പുത്രനാണെന്നും സ്നേഹം തന്നെയായ ഈശോയാണ് പറഞ്ഞെന്ന് ഓർക്കുക. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും അവൻ നാശത്തിന്റെ പുത്രനാണെന്നും സ്നേഹം തന്നെയായ ഈശോയാണ് പറഞ്ഞത്. ഇത് മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞ അസഭ്യമല്ല. ഈശോയേക്കാൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നുവെന്നുള്ള സഭാ നേതൃത്വത്തിന്റെ കാപട്യം നമ്മൾ തിരിച്ചറിയണം. ചേർത്ത് പിടിക്കാൻ നടക്കുന്നവർ, ഒറ്റിക്കൊടുക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ പോകുന്നവർ,
ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഉള്ളത് അവിടെ അത്തിമരമാണ്. യൂദാസ് തൂങ്ങിയ അത്തിമരം. മറിച്ചാകണമെങ്കിൽ പശ്ചാത്തപിച്ച് തിരിച്ചു വരണം. ഈ ആഭിചാര കുർബാന അർപ്പിച്ചവരെ സസ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു, ആ സസ്പെൻഡ് ഈ അച്ഛന്മാരെക്കാൾ വലിയ കുറ്റക്കാരായിരിക്കും അവരെ സസ്പെൻഡ് ചെയ്യാത്ത സഭാ നേതൃത്വം. അവർക്ക് ദൈവത്തിന്റെ ന്യായവിധിയെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ കുർബാനയെ ആഭിചാര കുർബാനയായിട്ട് അർപ്പിച്ച 33 പേർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുന്നില്ലെങ്കിൽ സഭാ നേതൃത്വം ദൈവത്തിന്റെ ശാപത്തിന് കീഴിലായിരിക്കും. കുർബാനയെക്കുറിച്ചുള്ള 5-ാമത്തെ കാര്യം, കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ടവരിൽ പലരും ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് ഈശോ വിട്ടുപോയി. യോഹന്നാൻ സുവിശേഷം 6:60 അവർ പിന്നീട് ഒരിക്കലും ഈശോയെ അനുഗമിച്ചില്ല. വലിയൊരു പിളർപ്പാണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. പത്രോസ് പോലും പേടിച്ചു പോയി. അതാണ് പത്രോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത്. കർത്താവ് ചോദിച്ചു, നീയും പോകാൻ ആഗ്രഹിക്കുന്നോ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? വലിയൊരു പിളർപ്പ്. ആ പിളർപ്പ് കണ്ട് പത്രോസ് പേടിച്ചു പോയി. പക്ഷെ ഈശോ പേടിച്ചില്ല. ഈശോ പത്രോസിനോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? പത്രോസ് പക്ഷേ നല്ല ഉത്തരം പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാ, നിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട്. ഈശോയ്ക്ക് പേടിയുണ്ടായില്ല. ഈ വളരെയധികം പേര് വിട്ടുപോയിട്ടും ഈശോ പേടിച്ചില്ല. സീറോ മലബാർ സഭ പിളരുമെന്ന് പേടിക്കുന്നത് മെത്രാന്മാർ മാത്രമാണ്. അത് പ്രചരിപ്പിക്കുന്നത് വിമതന്മാരുമാണ്. വിമതന്മാര് പറയുന്ന ആ നരേറ്റീവ് വിശ്വസിക്കുകയാണ് മെത്രാന്മാർ. അപ്പോൾ മെത്രാന്മാർക്കും വിമതർക്കും ഒരേ ഭാഷയാണുള്ളത്. സഭ പിളരും. ഓർത്തഡോക്സ് യാക്കോബൈ സഭ പോലെ സഭ പിളരും. എന്ത് വർത്തമാനം ഈ പറയണേ? ഒന്ന് 35 രൂപതയിൽ 34 രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പായി. അപ്പൊ അങ്ങനെ ഒരു പിളർപ്പുണ്ടാകില്ല. പിന്നെ എറണാകുളം രൂപതയിൽ പിളർപ്പുണ്ടാകില്ലെന്ന് തെളിവ് ഞാൻ തരാം. 2024 ജൂൺ മാസത്തിൽ ഇപ്പോഴുള്ള 400-ഓളം വൈദികരിൽ 200 പേരാണ് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞ് അന്നത്തെ പ്രോട്ടോസെഞ്ചലസിന്റെ അടുക്കൽ വന്നത്. അപ്പൊ അവര് സഭ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇതെന്തേ മെത്രാന്മാർ മനസ്സിലാക്കാത്തെ? എന്താണ് സഭാ നേതൃത്വം മനസ്സിലാക്കാത്തെ? സഭ പിളരും ഓർത്തഡോക്സ് യാക്കോബായ പോലെ പിളരുമെന്ന് ഈ വിമതർ പറയുന്ന അപ്പാടെ വിശ്വസിക്കുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവിടുത്തെ ഈ ഗ്രൗണ്ട് ലെവൽ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല എന്നല്ലേ? 6 വത്തിക്കാനിൽ പോയി കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമിതിയുടെ മുമ്പിൽ ഞങ്ങൾ ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കും എറണാകുളത്ത് എന്ന് വാക്ക് കൊടുക്കുകയും അക്കാര്യം ഞങ്ങളെ, അതായത് സീറോ മലബാർ സഭയുടെ അംഗങ്ങളെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടും അതിൽ നിന്ന് വ്യതിചലിച്ച് സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന അർപ്പിക്കാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വം വഴിവിട്ട് ശ്രമിക്കുന്നു. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ശ്രമമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെയുള്ളൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, സുറിയാനി കത്തോലിക്ക സഭയിൽപ്പെട്ട സകലർക്കും ഒരു വലിയ പ്രശ്നമുണ്ട്. മാർപ്പാപ്പയെ അനുസരിക്കണോ, മാർപ്പാപ്പയുടെ കൽപ്പനയെ ധിക്കരിക്കാൻ കൂട്ടുനിൽക്കുന്ന സഭാ നേതൃത്വം അനുസരിക്കണോ? ഒരു ഡിലേമ. മാർപ്പാപ്പയെ അനുസരിക്കണോ, മാർപ്പാപ്പയുടെ കൽപ്പനയെ ധിക്കരിക്കാൻ കൂട്ടുനിൽക്കുന്ന സഭാ നേതൃത്വം അനുസരിക്കണോ? ആ മാർപ്പാപ്പയാകട്ടെ 4 പ്രാവശ്യമാണ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നേരിട്ട് ഇടപെട്ടത്. അപ്പോൾ അങ്ങനെ നേരിട്ട് ഇടപെട്ടെന്ന് അറിയുന്ന ആ മാർപ്പാപ്പയുടെ വാക്കുകൾ അനുസരിക്കണോ, മാർപ്പാപ്പയുടെ കൽപ്പനയെ ധിക്കരിക്കാൻ കൂട്ടുനിൽക്കുന്ന സഭാ നേതൃത്വം അനുസരിക്കണോ? എല്ലാവരും ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ്. സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ അനുസരിച്ചാൽ അത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതിന് തുല്യമാകും. അങ്ങനെയല്ലേ? ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തെ അനുസരിച്ചാൽ അത് മാർപ്പാപ്പയുടെ കൽപ്പനയെ ധിക്കരിക്കലാകും. മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ചാൽ അത് ഇപ്പോഴത്തെ സഭാ നേതൃത്വം നമുക്കെതിരെ തിരിയും. ഞങ്ങളെ ധിക്കരിച്ചു അല്ലെങ്കിൽ ഞങ്ങളോട് അനുസരിച്ചില്ലെന്നും പറഞ്ഞ്. അപ്പൊ മാർപ്പാപ്പയെ അനുസരിക്കണോ, ഇപ്പോഴത്തെ സഭാ നേതൃത്വം അനുസരിക്കണോ? ഇതൊരു വല്ലാത്ത ഒരു ഡിലേമയാണ്. മാർപ്പാപ്പയുടെ കൽപ്പന ധിക്കരിച്ചാൽ അത് ശീഷ്മയാണെന്ന് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശീഷ്മയിലേക്ക് പോകണമെന്നാണോ സീറോ മലബാർ സഭയുടെ നേതൃത്വം പറയുന്നത്? അടുത്തൊരു കാര്യം,
ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് രേഖാമൂലം എഴുതി കൊടുത്ത നവവൈദികർക്കും വിമത വൈദികർക്കുള്ള ആനുകൂല്യങ്ങൾ, അതായത് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുക, സ്ഥലം മാറ്റം കൊടുത്താലും പോകാതിരിക്കുക, സ്വയം നിയമനം നൽകി ഇഷ്ടമുള്ള പള്ളിയിൽ ചെന്നിരിക്കുക, ഇങ്ങനെയുള്ള ഈ വിമതരുടെ കൂട്ടായ്മയിൽ ചേർക്കണമെന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വം ആവശ്യപ്പെടുന്നു. അങ്ങനെ പൗരത്വ തിരുസംഘത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു, മാർപ്പാപ്പയ്ക്കെതിരെ തെറ്റ് ചെയ്യുന്നു. ഇതും സത്യവിശ്വാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. പരിശുദ്ധ സിംഹാസനത്തിനെതിരെ തെറ്റ് ചെയ്യുന്നത് ശീശ്മയിലേക്കുള്ള പോക്കല്ലേ? ഞങ്ങൾ ശീശ്മയിലേക്ക് പോകണമെന്നാണോ സഭാ നേതൃത്വം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? അപ്പോഴും പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങളുടേത് എന്നാണ് ഈ നേതൃത്വം പറയുന്നത്. അത് വിശ്വസിക്കാൻ പ്രയാസമില്ലേ? ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ മാറ്റുക, ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമൂലം എഴുതിയവർക്ക് പോലും വിമത കൂട്ടായ്മയിലേക്ക് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാനായിട്ട് അനുവാദം കൊടുക്കുക, അച്ഛന്മാരെ ആക്രമിച്ച തോട്ടുപുറച്ചനെ ആക്രമിച്ചവരെ സംരക്ഷിക്കുക, സ്ഥലമാറ്റം കൊടുത്തിട്ടും പോകാത്ത മണവാളച്ചനെ സംരക്ഷിക്കുക, വിമതരുടെ കൂടെ കൂട്ടുകൂടി നടക്കുക. എന്നിട്ട് ഇതൊക്കെ പ്രവൃത്തികളല്ലേ? ഈ പ്രവൃത്തികൾ മുഴുവൻ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന്റെ ഭാഗമാണോ? ആണോ? അതും ഒരു സ്ഥലത്ത് ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലുന്നുള്ളൂ, അവിടെ ഇല്ലിസിറ്റ് കുർബാന ചൊല്ലണമെന്ന് ആവശ്യപ്പെടുക. എല്ലാവരുടെയും ഘട്ടം ഘട്ടമായിട്ട് ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി നയമാണ് ഇതെങ്കിൽ ഏകീകൃത കുർബാന നടപ്പായ ഒരു പള്ളിയിൽ എന്തിനാണ് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്നത്? അപ്പൊ അതിനകത്തൊരു ദുരുദ്ദേശമില്ലേ? ചാവറയച്ചന്റെ കാലത്ത് ശീശ്മയിലേക്ക് പോകാതിരിക്കാൻ ചാവറയച്ചൻ ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹം വിശുദ്ധനാകുന്നതിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഞാൻ ചാവറയച്ചനെ പോലെ വിശുദ്ധനൊന്നുമല്ല, പക്ഷേ ശീശ്മയിലേക്ക് പോകാതിരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികൾ ശീശ്മയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. ഈ പോരാട്ടത്തിൽ സത്യവിശ്വാസികൾ എല്ലാവരും കൂടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. ഇനി 8ാമത്തെ കാര്യം, സീറോ മലബാർ സഭയുടെ മെത്രാൻസിനോട് തീരുമാനിച്ച് കൽപ്പിച്ചു തന്ന കുർബാന കിട്ടാതെ വന്നപ്പോൾ, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞപ്പോൾ, ക്ഷമ നശിച്ചപ്പോൾ ഞങ്ങൾക്കും ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചവരെ സിനഡ് അനുകൂലികൾ, സഭാനുകൂലികൾ എന്നൊക്കെ കളിയാക്കി അവർക്കെതിരെ കേസെടുക്കുന്നു, അവർക്കെതിരെ കൂലിക്ക് ആളെ വെച്ച് എഴുതിക്കുന്നു, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നു, അവരെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ സിനഡിന്റെ തീരുമാനത്തിനൊപ്പമല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത്? അപ്പോൾ സിനഡ് അനുകൂലികളല്ലേ സഭയിൽ ഉണ്ടാകേണ്ടത്? സഭയെ അനുകൂലിക്കുന്ന സഭാനുകൂലികളല്ലേ സഭയിൽ ഉണ്ടാവേണ്ടത്? സഭാനുകൂലികൾ, സിനഡാനുകൂലികൾ അതല്ലേ സഭയിൽ ഉണ്ടാകേണ്ടത്? സിനഡിന് തീരുമാനമെടുത്തിട്ട് അതിനെ എതിർക്കുന്നവരാണ് സഭയിൽ വേണ്ടത്. സഭയോടൊപ്പം നിൽക്കുന്ന സഭാനുകൂലികളല്ലേ സഭയിൽ ഉണ്ടാകേണ്ടത്? അവരെ സഭാനുകൂലികൾ, സിനഡാനുകൂലികൾ എന്ന് കളിയാക്കി പരിഹസിച്ച് അവർക്കെതിരെ കേസെടുക്കുന്നത് നീതിയാണോ? ന്യായമാണോ? അവിടെ സമാധാനം ഉണ്ടാകുമോ? അടുത്ത കാര്യം, 9ാമത്തെ കാര്യം, ഹെബ്രായ ലേഖനം 12:14 വെളിച്ചത്തല്ല ഞാൻ പറയുന്നത്. സമാധാനത്തിൽ ജീവിക്കാനായി നടപടികൾ എടുക്കണം. സമാധാനം നശിപ്പിക്കുന്നവരെ നിലയ്ക്ക് നിർത്തണം. സഭാതലവന്റെയും പൗരത്വ തിരുസംഘത്തിന്റെ അധ്യക്ഷന്റെയും കോലം കത്തിച്ചവരെ, മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞവരെ, അരമന കയ്യേറിയവരെ, വന്യവയോധികന വൈദികനെ മർദ്ദിച്ചവരെ നിലയ്ക്ക് നിർത്താത്തവർ, സ്ഥലം മാറ്റം കിട്ടിയിട്ടും നൽകിയിട്ടും പോകാത്ത വൈദികരെ ആശ്രയിക്കുന്നവർ, നവവൈദികരെ പോലും വഴിതെറ്റിക്കുന്നവർ, അവർ ക്രിസ്തുവിന്റെ സഭയിൽ നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് ആത്മശോധന ചെയ്യൂ. കർത്താവിന് മുമ്പിൽ ഇരുന്ന് ആത്മശോധന ചെയ്യൂ. ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. സഭയുടെ തലവന്റെ കോലം കത്തിക്കുക, പൗരത്വ തിരുസംഘത്തിന്റെ അധ്യക്ഷന്റെ കോലം കത്തിക്കുക, മാർപ്പാട് പ്രതിനിധിയെ കുപ്പിയെറിയുക, അരമന കയ്യേറുക, വൈദികനെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർദ്ദിച്ച് അവശനാക്കുക, സ്ഥലം മാറ്റം നൽകിയിട്ട് പോകാത്ത വൈദികരെ ആശ്ലേഷിക്കുക, നവവൈദികരെ പോലും വഴിതെറ്റിക്കുക. ഇവരൊക്കെ നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരാണോ എന്ന് ആത്മശോധന ചെയ്യൂ. കർത്താവിന്റെ ന്യായവിധി തടുക്കാൻ
അവർ ഇപ്പോഴും എന്ന നരേറ്റീവ് സഹായിക്കുമോ എന്ന് ചരിത്രം വിധി എഴുതട്ടെ. 10 റോമാലേഖനം 5:1 ഫിലിപ്പിയ ലേഖനം 4:7 വെളിച്ചത്തിൽ ഞാൻ പറയാണ്, ദൈവത്തോട് രമ്യതപ്പെടാനും ക്രിസ്തുവുമായി സമാധാനത്തിൽ കഴിയാനും വേണ്ടി അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് സമാധാനം സ്ഥാപിക്കുന്നവർ. ദൈവത്തോട് രമ്യതപ്പെടാനും ക്രിസ്തുവുമായി സമാധാനത്തിൽ കഴിയാനും വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് സമാധാനം സ്ഥാപിക്കുന്നവർ. സമാധാനം സ്ഥാപിക്കുന്ന പ്രക്രിയയിൽ ഈ സുവിശേഷം പ്രഘോഷിച്ചവർക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ക്രിസ്തുവർഷം 30 സ്നാപയോഹന്നാൻ തലയറുത്ത് കൊല്ലപ്പെട്ടു. 34 സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. 42 യാക്കോബ്, സെബദിയുടെ മകനായ യാക്കോബ് വാളിനാൽ കൊല്ലപ്പെട്ടു. ഹെരോദാസാണ് കൊന്നത്, അഗ്രിപ്പ. പിന്നെ 62 ഈശോയുടെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബ് കൊല്ലപ്പെട്ടു. 65 പത്രോസ് റോമായിൽ തലകീഴായി കുരിശിൽ കൊല്ലപ്പെട്ടു. 67 പൗലോസ് റോമായിൽ തലവെട്ടി കൊല്ലപ്പെട്ടു. 72 നമ്മുടെ തോമസ് ലീഗ ഭാരതത്തിൽ കുന്തത്താൽ കുത്തി കൊല്ലപ്പെട്ടു. സമാധാനത്തിന് വേണ്ടി, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി സുവിശേഷം പ്രഘോഷിച്ചവരൊക്കെ അക്രമത്തിനിരയായി. പക്ഷെ അതിലൂടെയാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. ക്രിസ്തുവിലെ അക്രമത്തിലൂടെ മരണം, കുരിശിലെ മരണം, അതിലൂടെയാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. ഈ അപ്പസ്തോലന്മാരിൽ മിക്കവാറും എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു. അതിലൂടെയാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. കാരണം ക്രിസ്തുവുമായി സമാധാനത്തിൽ കഴിയാൻ, ദൈവത്തോട് രമ്യതപ്പെടാൻ സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷിക്കുന്നവരെ കൊല്ലും, പക്ഷെ അതിലൂടെ സമാധാനം വരും. ബെനഡിക്ട് 16 മാപ്പാപ്പയുടെ വാക്കുകൾ ഞാനൊന്ന് കോട്ട് ചെയ്യാണ്. നസ്രത്തിൽ യേശു എന്നുള്ള പുസ്തകത്തിൽ, മനുഷ്യനെ വിഷലിപ്തമാക്കുന്ന സകലത്തിൻ്റെയും പ്രഭവ കേന്ദ്രം ദൈവത്തോടുള്ള ശത്രുതയാണ്. ആ ശത്രുതയെ കീഴടക്കുന്നതാണ് ലോകത്തിൽ സമാധാനമുണ്ടാകാനുള്ള അടിസ്ഥാന വ്യവസ്ഥ. 2 കൊരിന്തോസ് 5:20. ദൈവത്തിൻ്റെ പ്രീതിയിലും കൃപയിലും ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ശാശ്വതമായ സമാധാനം നിലനിൽക്കുന്നത്. ലൂക്കാസ് 2:16. ദൈവമായി സമാധാനത്തിൽ വർത്തിക്കാനുള്ള സംഘർഷം ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള സംഘർഷത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. ദൈവമായി സമാധാനത്തിൽ വർത്തിക്കാനുള്ള സംഘർഷം ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള സംഘർഷത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. ഈ സംഘർഷമാകട്ടെ ബാഹ്യമായ അക്രമവും സംഘടനവുമല്ല, ഉള്ളിൽ നടക്കുന്ന ബലപരീക്ഷണമാണ്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള മാനദണ്ഡത്തിൻ്റെ സ്രോതസ്സും അളവുകോലും അത് നടപ്പിലാക്കാനുള്ള ഊർജവും ദൈവമായിട്ടുള്ള സമാധാനമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ദൈവമായ സമാധാനം? ദൈവത്തിൻ്റെ കാഴ്ച മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ, ദൈവം മനുഷ്യൻ്റെ നേർക്കാഴ്ചയിൽ നിന്ന് മറയുമ്പോൾ സമാധാനം ശിഥിലമാകുന്നു. അപ്പോൾ സഹിഷ്ണുതയും സമഭാവനയും താറുമാറാകുന്നു. അക്രമം പൊട്ടിമുളയ്ക്കുകയും പെരുകുകയും ചെയ്യുന്നു. അത് മുമ്പെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്തതും അചിന്തനീയവുമായ ക്രൂരതയിലേക്ക് കുതിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സമാധാന മതക്കാർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് എല്ലാ ലോകത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ അസമാധാനം, അശാന്തി വിതയ്ക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ. അവർ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരല്ല, ദൈവമായിട്ട് ബന്ധമുള്ളവരുമല്ല. സമാധാനം മതക്കാർ എന്നൊക്കെ അവർ പറയും. മതമൊന്നുമല്ല, അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ലോകം മുഴുവൻ സാമ്പത്തിക ശക്തിയായി തങ്ങളുടെ കീഴിൽ വരാനും തങ്ങളുടെ ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ അക്രമത്തിന്റെ പത്മവ്യൂഹം ഭേദിക്കാൻ പറ്റാതെ നാം പകച്ചു നിന്നു പോകും. സത്യദൈവം നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയുമ്പോഴാണ് നമ്മളിങ്ങനെ പകച്ചു നിൽക്കുക. വിമത മെത്രാന്മാരുടെയും വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും കാഴ്ചയിൽ നിന്ന് സത്യദൈവം മറഞ്ഞിരിക്കുന്നു. അതിനാൽ അവർക്ക് അൽമായരോട് സഹിഷ്ണുതയില്ല, സമഭാവനയില്ല. അവർക്ക് നീതിയോ ന്യായമോ നടത്തിക്കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ അൽമായ മുന്നേറ്റക്കാരെ വിളിച്ച് അക്രമത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ അക്രമം പൊട്ടിമുളയ്ക്കുകയും പെരുകുകയും ചെയ്യുന്നു. അത് മുമ്പെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിൽ അചിന്തനീയമായ ക്രൂരതയിലേക്ക് കുതിക്കുന്നു. എന്നിട്ടും അത് അവർ സ്വയം ന്യായീകരിക്കാൻ രാഷ്ട്രീയ കളികൾ കളിക്കുന്നു. സഭയെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാമെന്ന് വിചാരിക്കുന്നു. എറണാകുളത്ത് സഭ പിളരും എന്ന് പറഞ്ഞവര് ഇപ്പോൾ സീറോ മലബാർ സഭ തന്നെ വടക്കും തെക്കുമായി പിളർത്താമെന്ന് വിചാരിക്കുന്നു.
ഇതുവരെ എറണാകുളത്ത് സഭ പിള്ളേരെന്ന് പറഞ്ഞിരുന്നേ. ഇപ്പോൾ വടക്കും തെക്കുമായി സീറോ മലബാർ സഭയെ കീറി മുറിക്കാമെന്ന് അവരിങ്ങനെ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ കളികൾ നടത്തുന്നു. ഇതൊക്കെ സത്യദൈവം അവരുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞതിൻ്റെ തെളിവുകളാണ്. സത്യത്തിൽ കർത്താവിനെയും ഏകസത്യ ദൈവത്തെയും പരീക്ഷിക്കുകയാണ് വിമത സഭാ നേതൃത്വം. പക്ഷെ നമുക്കറിയാം, ക്രിസ്തുവാണ്, അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. ക്രിസ്തുവിൻ്റെ ആളത്വമാണ്. ആ ആളത്വത്തിലാണ് നാം സമാധാനം കണ്ടെത്തുന്നത്. എന്തെന്നാൽ ദൈവത്തെയും മനുഷ്യരെയും രമ്യതപ്പെടുത്താൻ അവൻ തൻ്റെ പ്രാണൻ നൽകി. യഹൂദരെയും വിജാതരെയും ഒന്നാക്കാൻ അവൻ തൻ്റെ ജീവൻ നൽകി. അങ്ങനെ ദാവീദിന്റെ മകനായ ശലോമോനേക്കാൾ വലിയവനായി ദാവീദിന്റെ പുത്രനായ ഈശോ. അങ്ങനെയുള്ള ഈശോ പറഞ്ഞു, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്. അത് കഴിയുവോളം ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു, അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാണ്. ലൂക്ക 12:50. ഈശോ ഉദ്ദേശിച്ച മാമോദീസ കുരിശുമരണമാണല്ലോ. ആ കുരിശുമരണത്തിന്റെ ഭീകരത ഞാൻ വെളിപ്പെടുത്തേണ്ടതില്ല. അബ്ബാ പിതാവെ, കഴിയുമെങ്കിൽ ഈ കുരിശുമരണം എന്ന പാനപാത്രം കടന്നു പോകട്ടെ എന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നിടത്തോളം ഭീകരമായിരുന്നു അത്. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിന് അവൻ സ്വയം വിധേയമാക്കി മരണം വരെയുള്ള അനുസരണത്തിലൂടെയാണ് അവൻ നമ്മുടെ സമാധാനമായത്. അപ്പൊ ഈ സംഘർഷം എന്ന് പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഭൗതികമായ പ്രശാന്തതയോ മനഃശാന്തിയോ സ്വസ്ഥതയോ അല്ല സമാധാനം. ദൈവപിതാവുമായി നമുക്കുള്ള അനുരഞ്ജനത്തിലാണ് സമാധാനത്തിന്റെ വേരുകളുള്ളത്. ആ അനുരഞ്ജനം സാധ്യമാകുന്നത് മരണം വരെ അനുസരിക്കാൻ തയ്യാറുള്ളപ്പോൾ മാത്രമാണ്. എറണാകുളത്തെ പ്രശ്നത്തിലുള്ള പ്രതിവിധി എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ വാക്കുകൾ തന്നെ സമാധാനം നിങ്ങളോടുകൂടെ എന്നായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രക്ഷ നിങ്ങളോടുകൂടെ എന്നർത്ഥം. അതിൻ്റെ വിവിധ വശങ്ങളൊക്കെ ചക്രവാളങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പൗരത്വ സഭകളെ കുർബാനയ്ക്ക് ശേഷം വത്തിക്കാനിൽ വെച്ച് നൽകിയ സന്ദേശത്തിൽ ഇത് ആവർത്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ലിയോ 14 മാർപ്പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ദോസ് ഹു മേക്ക് എ ഹിസ്റ്ററി ആർ ദ പീസ് മേക്കേഴ്സ്, നോട്ട് ദോസ് ഹു സോ സീഡ്സ് ഓഫ് സഫറിംഗ്. സഹനത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നവരല്ല, സമാധാനം സ്ഥാപിക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ വിഭാഗീയതയുടെയും സഹനത്തിന്റെയും വിത്തുകൾ വിതയ്ക്കുന്ന വിമത സഭാ നേതൃത്വം മാർപ്പാപ്പയുടെ ഈ വാക്കുകൾക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ, സഹനത്തിന്റെ വിഭാഗീയത വിത്തുകൾ വിതയ്ക്കുന്നവരല്ല, സമാധാനം സ്ഥാപിക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹം തുടർന്നു നമ്മുടെ പിതാക്കന്മാരായ പൗരസ്ത്യ സഭകളെ മെത്രാപ്പോലിത്തമാരോട് പറഞ്ഞു, മേ യുവർ ചർച്ചസ് ബി എക്സംപ്ലറി ആൻഡ് മേ യുവർ പാസ്റ്റേഴ്സ് പ്രൊമോട്ട് കമ്മ്യൂണിയൻ വിത്ത് ഇന്റഗ്രിറ്റി, എസ്പെഷ്യലി ഇൻ ദ സിനഡ് ഓഫ് ബിഷപ്സ്, that they may be places of fraternity and authentic co-responsibility. അതായത് നിങ്ങളുടെ സഭ മാതൃകാപരമായിരിക്കട്ടെ. നിങ്ങളുടെ ഇടയന്മാർ സ്വഭാവ ദൃഢതയോടെ ഐക്യതയും ലയവും സമുദായ ലയവും പ്രോത്സാഹിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് മെത്രാൻ സിനഡുകൾ അവ സാഹോദര്യത്തിൻ്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിൻ്റെയും സ്ഥലങ്ങളായിട്ട് മാറട്ടെ. മെത്രാന്മാരുടെ സിനഡുകൾ അത് സാഹോദര്യത്തിൻ്റെയും ആധികാരികമായ സഹ ഉത്തരവാദിത്വത്തിൻ്റെയും ഇടങ്ങളായി മാറട്ടെ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേ പ്രസംഗത്തിൽ, ടുഡേ മോർ ദാൻ എവർ ദ സ്പ്ലെൻഡർ ഓഫ് ദ ക്രിസ്ത്യൻ ഈസ്റ്റ് ഡിമാൻഡ്സ് ഫ്രീഡം ഫ്രം ഓൾ വേൾഡ്ലി അറ്റാച്ച്മെന്റ്സ് ആൻഡ് ഫ്രം എവറി ടെൻഡൻസി കോൺട്രറി ടു കമ്മ്യൂണിയൻ in order to remain faithful in obedience and in evangelical witness. ഞാൻ ഒന്നുകൂടി പറയാം, ടുഡേ മോർ ദാൻ എവർ ദ സ്പ്ലെൻഡർ ഓഫ് ദ ക്രിസ്ത്യൻ ഈസ്റ്റ് ഡിമാൻഡ്സ് ഫ്രീഡം ഫ്രം ഓൾ വേൾഡ്ലി അറ്റാച്ച്മെന്റ്സ് ആൻഡ് ഫ്രം എവറി ടെൻഡൻസി കോൺട്രറി ടു കമ്മ്യൂണിയൻ in order to remain faithful in obedience and in evangelical witness. മറ്റേതൊരു കാലയളവിനേക്കാളും പൗരസ്ത്യ ക്രിസ്തുധർമ്മത്തിന്റെ ശോഭ എല്ലാവിധ ലൗകിക ആകർഷണങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകേണ്ടതുണ്ട്. സമുദായ ഐക്യത്തിന് വിഘാതമാകുന്ന പ്രവണതകൾ എങ്കിലേ അനുസരണത്തോടും സുവിശേഷ സാക്ഷ്യത്തോടും വിശ്വസ്തരായിരിക്കാൻ കഴിയൂ. അനുസരണത്തോടും സുവിശേഷ സാക്ഷ്യത്തോടും വിശ്വസ്തരായിരിക്കണമെങ്കിൽ, ഈ ക്രിസ്തുധർമ്മത്തിന്റെ ശോഭ അത് തിളങ്ങണമെങ്കിൽ എല്ലാവിധ ലൗകിക ആകർഷണങ്ങളിൽ നിന്നും സമുദായ ഐക്യത്തിന് വിഘാതമായ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രമാകണം.
ഇതെങ്ങനെ സാധിക്കും? അൽമായ സുഹൃത്തുക്കളെ, എഫ് ലേഖനം 6-ാമത്തെ അധ്യായം, ഞാൻ എഫ് ലേഖനം വെച്ച് തുടങ്ങിയത് 2-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായം വെച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായി കർത്താവിലും അവൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. പിശാചിന്റെ കുടില തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവും ധരിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന് ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതിനാൽ നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാനും സകലവും നിറവേറ്റുന്നതുവരെ ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവും എടുത്തുകൊള്ളുവിൻ. സത്യം കൊണ്ട് അരമുറുക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും സർവോപരി ദുഷ്ടന്റെ തീയമ്പകളെ കെടുത്തിക്കളയുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും ഉറച്ചു നിൽക്കവൻ. രക്ഷ എന്ന പടത്തൊപ്പിയും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. വിമത നേതൃത്വത്തിന്റെ അടിച്ചമർത്തൽ ഭരണത്തിൽ നാം നിരാശരാകരുത്. മാനുഷികമായ ഭീകരവാഴ്ചയുടെ മുഖം കണ്ട് നാം ഞെട്ടിപ്പോകരുത്. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുമ്പോഴും നാം നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴരുത്. ഇതൊരു കുരിശന്റെ വഴിയാണ്. ഇത് മരണത്തിലേക്കുള്ള പ്രയാണമാണ്. പക്ഷെ അത് അവസാനിക്കുന്നത് മരണത്തിലല്ല, തിരുവുത്ഥാനത്തിലാണ്. കബറിടത്തിൽ കയറ്റിവെച്ച കല്ല്, അതേ വിമത നേതൃത്വം തന്നെ തട്ടുമറിച്ചിട്ട് സുറിയാനി കത്തോലിക്ക സഭ ഉയർത്തെഴുന്നേൽക്കും. മിശിക ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതേ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുപോലെ നമുക്ക് പറയാം, സീറോ മലബാർ സഭയും മിശിഹായോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും, അല്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.